ഈ കഴിഞ്ഞ ശനിയാഴ്ച ഞങ്ങൾ അലയൻസ് സൂവിൽ പോയപ്പോഴത്തേക്ക് ഞങ്ങളുടെ കൂടെ വൈഷ്ണവിയും അർജുൻ ചേട്ടനും ഉണ്ടായിരുന്നേ. ആദ്യം ഇവരെ കണ്ടപ്പോൾ വേദൂട്ടൻ ഇവരുടെ അടുത്ത് പോയില്ലെങ്കിലും പിന്നെ ഇവരുടെ കൂടെ തന്നെ ആയിരുന്നു വേദൂട്ടൻ. അങ്ങനെ ഞങ്ങൾ ഏകദേശം 1.5 മണിക്കൂറിന്റെ യാത്രയ്ക്ക് ശേഷം ഒരു 11:30 കഴിഞ്ഞാണ് അലയൻസ് സൂവിൽ എത്തുന്നത് കേട്ടോ. ഏതാണ്ട് 2000-ലധികം ഏക്കറിൽ പരന്നു കിടക്കുന്ന സ്ഥലമാണ് ഈ അലയൻസ് സൂ. അതിനകത്ത് ഇഷ്ടംപോലെ മൃഗങ്ങളും ഉണ്ട്. കുറേ ഭാഗത്ത് മെയിൻ്റനൻസും നടക്കുന്നുണ്ട് ഇപ്പം. അങ്ങനെ ഞങ്ങൾ നടന്ന് എൻട്രൻസിലെത്തിയപ്പോഴത്തേക്ക് അവിടെ കാണാൻ നല്ല കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. ആ ബിൽഡിംഗ് ഒക്കെ നല്ല ഭംഗിയായിരുന്നു കാണാൻ. പിന്നെ ഞങ്ങൾ അകത്തേക്ക് കയറി. ആദ്യം ഞങ്ങൾ കണ്ട ഇതുപോലുള്ള പലതരം മാനുകളായിരുന്നു. പിന്നെ വേദോട്ടനക്ക് ചിരി വന്നൊരു സാധനമാണ് ഇതിന്റെ എത്തിയോട്ടം കണ്ടപ്പോൾ അവൻ ഭയങ്കര ചിരിയായിരുന്നു. പിന്നെ ഈ അരയന്നത്തെ കണ്ട് അതിനുശേഷം ഈ ട്രെയിനിൻ്റെ അകത്ത് കയറിയാണ് ഞങ്ങൾ സൂവിൻ്റെ ഉള്ളിലേക്ക് പോയത്. അവിടെ ചെന്നിട്ടാണ് വലിയ വലിയ മൃഗങ്ങളെയൊക്കെ കണ്ടത്. ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താത്ത കുറേ മൃഗങ്ങളെ ഞങ്ങൾ കണ്ടായിരുന്നു. ദൂരെ നിന്നാണ് സീബ്രയും കാട്ടുപോത്തിനെയൊക്കെ കണ്ടത്. അങ്ങനെ ഒത്തിരി കാഴ്ചകൾ ഈ സൂവിൻ്റെ അകത്ത് കാണാനുണ്ടായിരുന്നു. ഞങ്ങൾ നടന്ന് അവസാനം കാലൊടിഞ്ഞെന്ന് തന്നെ പറയാം. പക്ഷേ വലിയ ചൂടില്ലാത്തത് കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടെന്ന് തന്നെ പറയാം കേട്ടോ. വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ഈ സൂവിൻ്റെ അകത്ത് ഏറ്റവും വലിയ ഡിമാൻഡുള്ള ആളായിരുന്നു ഇവൻ. ഈ ഗൊറില്ലയെ കാണാൻ ആൾക്കാർ എന്തുമേ നേരം വെയിറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടിയെന്നറിയാം. പിന്നെ ഞങ്ങൾ വേദൂട്ടനെ ഇവിടെ കൊണ്ടുവന്ന് കുറേ നേരം കളിപ്പിച്ചിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി. വേറൊരു സ്ഥലത്തേക്ക് പോകാനുള്ള പ്ലാനിങ് ആയിരുന്നു ഞങ്ങൾക്ക്. അതിന് മുന്നേ ഞങ്ങളൊരു ഹോട്ടലിൽ കയറി ഫുഡും കഴിച്ച്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ശരി, പിന്നെ കാണാം.